രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ധർമ്മപദമാണ്, 37ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച ദിവസം കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണി, രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി ഒരു സീരിയൽ പോലെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദമാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ, ഭാഗ്യ നിറം ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എൻ്റെ നമ്പറുണ്ട് 96453339 വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും ജ്യോതിഷത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം തന്നെ. പിന്നെ ആ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീത കാണണം. അതേ കണക്ക് ക്ഷേത്രങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട്. ക്ഷേത്ര സന്ദർശനത്തിന് പോകുന്നവർക്ക് ആ വിവരണം വളരെ ഉപകാരം ചെയ്യും. പ്രത്യേകിച്ചും തിരുപ്പതിയും രാമേശ്വരവും മൂകാംബികയും ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രവും ഒക്കെ പോകുന്നവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം ഒക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അതേ കണക്ക് കൊച്ചു കൊച്ചു വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ജനറൽ എന്ന എഡിഷനകത്ത്. അത് നിങ്ങൾ കാണുക. ഒരുപാട് ഗുണം കിട്ടുന്ന കാര്യങ്ങളുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അതും നിങ്ങൾ കാണുക. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം മണിപത്മേ ഹും. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ
ബർസാനിയവാരി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും നിങ്ങളത് കാണണേ. അതേപോലെ തന്നെയാണ് രാധാ കവചം, 2 രാധാ കവചമുണ്ട്. അത് രണ്ടും ജപിക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ആ 2 രാധാ കവചവും നിങ്ങൾ ജപിക്കണം. അതിൻ്റെ ക്ലാസ്സും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമം ഒരു പദം ജപിച്ചാൽ എന്ന ഒരു വീഡിയോ ഉണ്ട്, രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണണം. ഇനി നമുക്ക് എന്താ പറയുന്നതെന്ന് നോക്കാം. ശ്രീബുദ്ധൻ ആനന്ദത്തിൽ ജീവിക്കുക, പ്രേമത്തിൽ ജീവിക്കുക, വെറുക്കുന്നവർക്കിടയിൽ പോലും. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആനന്ദത്തിൽ ജീവിക്കുക, പ്രേമത്തിൽ ജീവിക്കുക, വെറുക്കുന്നവർക്കിടയിൽ പോലും. വെറുക്കുന്നവരുടെ ഇടയിലും ജീവിക്കണം. Live in joy, in love, even among those who hate എന്ന് ഇംഗ്ലീഷിൽ പറയാം. ശ്രദ്ധിച്ചു കേട്ടോളണം. ബുദ്ധൻ നിങ്ങളടുത്ത് പറയുകയാണ്, സന്തോഷവും ആനന്ദവും രണ്ടും രണ്ടാണ്. ആനന്ദം എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എല്ലാ മനുഷ്യർക്കും ആനന്ദം വേണം. ആനന്ദം കിട്ടാനുള്ള മാർഗങ്ങൾ ശ്രീബുദ്ധൻ പറഞ്ഞു തരികയാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ദുഃഖവും ഉണ്ടാകും. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിഴല് വരുന്നത് പോലെ, പകലിൻ്റെ പിന്നാലെ രാത്രി എത്തുന്നത് പോലെ, സന്തോഷത്തിൻ്റെ പിന്നാലെ എപ്പോഴും ഒരു നിഴല് പോലെ ആരുണ്ട്? ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് സന്തോഷിച്ചിട്ട് കുറച്ച് ദുഃഖം വരുന്നത്. അതേസമയം ആനന്ദത്തിൽ ഇതില്ല, ദുഃഖമില്ല. ശ്രദ്ധിച്ചു കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പിന്നാലെ ദുഃഖം വരുന്നു എന്ന് പറയുന്നത്? നമുക്ക് സന്തോഷം നൽകുന്ന ഘടകങ്ങൾ ബാഹ്യ ഘടകങ്ങളാണ്. പുറത്തുള്ളവരാണ് നിങ്ങൾക്ക് സന്തോഷം തരുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സുഹൃത്തുക്കള്, വെളിയിലുള്ളവരെ ആശ്രയിച്ച് നിൽക്കുകയാണ്. നമ്മൾ പറയത്തില്ലേ, എത്രയെന്നും ചൊല്ലി ഒരാളെ ആശ്രയിച്ച് ജീവിക്കും എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത് എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ മക്കള് നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം വരൂ. നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം വരുന്നുള്ളൂ. മക്കൾക്ക് ജോലി കിട്ടണം, അതിനുവേണ്ടി അവൻ ശ്രമിക്കണം, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം വരുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ സന്തോഷം പുറത്തുള്ള വസ്തുക്കളെ ആശ്രയിച്ചിരിക്കുകയാണ്. സമ്പത്ത്, കുറെ പണം കിട്ടണം, അപ്പോഴേ സന്തോഷം വരുന്നുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോഴും പുറത്തുള്ളവർക്ക് പെരുമാറാൻ കഴിയില്ല. എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം തരുന്ന വിധത്തിൽ നിങ്ങളുടെ മക്കൾക്ക് പെരുമാറാൻ പറ്റൂ, നിങ്ങളുടെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പെരുമാറാൻ പറ്റുമോ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പെരുമാറാൻ പറ്റുമോ, നിങ്ങളുടെ ഓഫീസിലുള്ളവർക്ക് ഓഫീസർക്ക് പെരുമാറാൻ പറ്റുമോ, ഒരു രാജ്യത്തിൻ്റെ മന്ത്രിക്ക് പെരുമാറാൻ പറ്റുമോ? അപ്പം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിൽ പുറത്തുള്ളവർക്ക് എപ്പോഴും പെരുമാറാൻ പറ്റില്ല. ചില സമയത്തൊക്കെ അവർ ചെയ്യും, അപ്പം നിങ്ങൾക്ക് സന്തോഷം. അവർ ചെയ്യാത്തപ്പം നിങ്ങൾക്ക് ദുഃഖം വരുന്നു. അതേസമയം ആനന്ദം എന്ന് പറയുന്നത് പുറത്തുള്ളവരെ ആശ്രയിക്കുന്നില്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ നമ്മുടെ സ്വന്തം ഊർജത്തിൻ്റെ സ്വാഭാവികമായ പ്രവാഹമാണ് ആനന്ദം. ആനന്ദം എന്ന് പറഞ്ഞാൽ ശരിക്കും സന്തോഷവുമില്ല ദുഃഖവുമില്ല, അങ്ങനൊരവസ്ഥ വരും. ആനന്ദം എന്ന് പറഞ്ഞാൽ സന്തോഷവുമില്ല ദുഃഖവുമില്ല, ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥയിൽ ശാന്തി ഉണ്ടാകും. ആ ശാന്തിയിൽ നിന്നാണ് ഏതുണ്ടാകുന്നത്? ശാശ്വതമായ ആനന്ദവും. ആനന്ദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പ്രേമവും ഉണ്ടാകുന്നത്. മനസ്സിലല്ലേ? ആനന്ദം വരും,
ആനന്ദത്തിൽ നിന്നാണ് ഏതുണ്ടാകുന്നത്? പ്രേമം ഉണ്ടാകുന്നത്. ഇന്ന് പലരും ഭഗവാനോടുള്ള പ്രണയം ദുഃഖത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതെങ്ങനെ ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യും? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് നല്ലതുപോലെ നിങ്ങളെ ഗൗനിക്കുന്നില്ല, അല്ലെങ്കിൽ കുടുംബ പ്രശ്നം, അതോടങ്ങ് തിരിഞ്ഞ് എൻ്റെ പ്രേമം മുഴുവൻ ഭഗവാനോടാണേ. അതല്ല, അങ്ങനെ അല്ല നമുക്ക് വരേണ്ടത്. മനസ്സിലായില്ലേ? ആനന്ദത്തിൽ നിന്നൊരു പ്രേമം ഉണ്ടാകും. ആ പ്രേമം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രേമമല്ല, സർവജീവജാലങ്ങളോടുമുള്ള ഇഷ്ടം. അപ്പോൾ ബുദ്ധൻ പറയുന്നു, ആനന്ദമുണ്ടാകാൻ, ജീവിതത്തിൽ ഉടനീളം ആനന്ദവാനായിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് ബുദ്ധൻ പറയുന്നത്. ഒന്ന്, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും എന്നത് പ്രശ്നമാക്കാതിരിക്കുക. നോക്കൂ, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ അപ്പുറത്തെ കടക്കാരൻ എന്തു പറയും? ഞാൻ ഇന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ ഞങ്ങളുടെ അയൽക്കാരെന്തു പറയും? അങ്ങനെ മറ്റുള്ളവർ എന്ത് പറയും, അവരെന്ത് ചെയ്യും, അത് നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇതാണ് ബുദ്ധൻ തരുന്ന ഒന്നാമത്തെ ഉപദേശം. നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ആനന്ദം തങ്ങി നിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരനും സിനിമാക്കാരനും ഒരിക്കലും ആനന്ദം അനുഭവിക്കുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരന് അവന് ജനങ്ങൾ ഇങ്ങനെ കരുതുമെന്ന് കരുതി ജനത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചേ പെരുമാറാൻ പറ്റൂ. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇമേജ് പോകും. ആ ഇമേജ് എന്ന് നമ്മൾ പറയുന്നത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതുന്നു, അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ ആനന്ദം കിട്ടുമെന്നാണ് ബുദ്ധൻ പറയുന്നത്. മറ്റുള്ളവർക്ക് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ഇഷ്ടം മോഹൻലാലിനെ നടത്താൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ സംഭവം. എന്താ അതിൻ്റെ കാരണം? ജനങ്ങൾ പറയും, അയ്യേ ഇയാൾ ഇങ്ങനെ ആയിരുന്ന, ഇയാളുടെ പടം കാണണ്ട. ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് അവർക്ക് ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ബുദ്ധൻ പറയുന്നു, ആനന്ദം കയ്യിൽ കിട്ടാൻ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കരുത്, മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്ന് പ്രശ്നമാക്കരുത്, നമ്മൾ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്ത് പറയും എന്ന് പ്രശ്നമാക്കാതിരിക്കണം. 2, നിങ്ങളെ ഒരാളെ വെറുക്കുന്നെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് സ്നേഹിക്കാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ പാടാണ്, കാരണം നമുക്ക് നമ്മളെ വെറുക്കുന്നവരോട് നമുക്ക് വെറുപ്പ് വരും. പക്ഷെ നമ്മളെ ഒരാൾ വെറുക്കുമ്പോൾ നമ്മൾ കരുതുക, പാവം, അവൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അവൻ നമ്മളെ വെറുക്കുന്നത്, അവൻ എന്നാണ് അറിവ് കിട്ടുന്നത്, അപ്പോൾ അവന് ആ ജ്ഞാനം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് അവനെ കരുണയോടെ നോക്കി നിങ്ങൾ സ്നേഹിക്കണം. അപ്പം നിങ്ങളെ വെറുക്കുന്നവനെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനന്ദം കിട്ടും. അപ്പം ആനന്ദം കിട്ടാൻ 2 മാർഗം പറഞ്ഞു തന്നു. ഒന്ന്, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന ചിന്ത മാറ്റി വെക്കുമ്പം തന്നെ ആനന്ദം വരും. 2, ഒരാൾ നമ്മളെ വെറുക്കുന്നു, ആ വെറുക്കുന്നവനെ നിങ്ങളങ്ങ് സ്നേഹിച്ച് തുടങ്ങുക. ആദ്യം ബുദ്ധിമുട്ടാണ്, പക്ഷെ പതുക്കെ നമുക്കതിന് സാധിക്കുന്നതാണ്. ബുദ്ധൻ്റെ ശിഷ്യന്മാരിൽ ബോധോദയം ഒരു ശിഷ്യന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ബുദ്ധൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, നമ്മുടെ ജീവിതം മറ്റുള്ളവരെ സഹായിക്കാനുള്ളതാണ്. അപ്പം നീ ഒരു കാര്യം ചെയ്യണം, ഇന്നു തൊട്ട് മറ്റുള്ളവരെ സഹായിക്കാനായി ഇവിടെ നിന്നും യാത്ര പുറപ്പെടണം. നിനക്ക് ഏത് സ്ഥലത്ത് പോകണം, ഏത് മാർഗത്തിലൂടെ പോകണം എന്ന് നിനക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ അയാൾക്ക് ബുദ്ധനെ വിട്ടുപോകാൻ ഒരു വിഷമം. ബുദ്ധൻ പറഞ്ഞു, അത് സാരമില്ല, നീ പോയേ പറ്റൂ. അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു, ബീഹാറിൽ ഒരിക്കലും ബുദ്ധശിഷ്യന്മാർ പോയിട്ടില്ലാത്തതും പോകാൻ മടിക്കുന്നതുമായ ശുഖ എന്ന പ്രദേശത്തേക്ക് എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം ബുദ്ധൻ പറഞ്ഞു, അത് അപകടകരമായ ഒരു മേഖലയാണ്, അവിടെ കൊള്ളക്കാരുണ്ട്, കൊലയാളികളുണ്ട്, നമ്മളെ ദ്രോഹിക്കുന്നവരുണ്ട്, നിനക്കൊരിക്കലും ഒരു സ്വസ്ഥത തരില്ല. അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ സന്ദേശം അവർക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിച്ചാലും. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഞാൻ 3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഈ 3 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം പറയുമെങ്കിൽ ആ നിമിഷം നിങ്ങൾക്ക് ആനന്ദം കിട്ടിക്കഴിഞ്ഞു.
എന്താണ് ബുദ്ധൻ ചോദിക്കുന്ന 3 ചോദ്യം? ബുദ്ധൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, അതായത് വളരെ ചതിയന്മാരാണവർ, നിന്നെ അവരെ അപമാനിക്കും, ദ്രോഹിക്കും, ഉപദ്രവിക്കും, അങ്ങനെ വന്നാൽ നീ എന്തു ചെയ്യും? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അവരോട് നന്ദി പറയും, കാരണം അവരെന്നെ അപമാനിക്കുകയല്ലേ ചെയ്തുള്ളൂ, എന്നെ കല്ലെറിഞ്ഞില്ലല്ലോ, എന്നെ തല്ലിക്കൊന്നില്ലല്ലോ. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അവർ നല്ല മനുഷ്യരാണ്, ഞാൻ അവർക്ക് നന്ദി പറയും. എന്നെ കുറെ അപമാനിക്കും എന്നല്ലേ ഉള്ളൂ. ഓർമ്മിക്കുക, നിങ്ങളെ ഒരാൾ അപമാനിക്കുമ്പോൾ നിങ്ങൾ കരുതേണ്ടതും ഇങ്ങനെ തന്നെയാണ്. ഭാഗ്യം തല്ലിയില്ലല്ലോ, പാവം നല്ല മനുഷ്യനാണ് അവൻ, ഒന്ന് അപമാനിക്കുന്ന വാക്ക് പറഞ്ഞു, അത് അവന് വിവരമില്ലാത്തതുകൊണ്ട് എന്നെ ദേഹോപദ്രവം ചെയ്തില്ലല്ലോ, അപ്പം തന്നെ നിങ്ങൾക്ക് ആനന്ദമായി കഴിഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നോക്കൂ, അവൻ നിങ്ങളെ ഇടിക്കുന്നു, അടിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു, നിന്നെ കല്ലെറിയുന്നു, അപ്പം നീ എന്താ ചെയ്യും? ആദ്യം ബുദ്ധൻ പറഞ്ഞത് അപമാനിക്കും, പരമാവധി ദ്രോഹിക്കുന്ന പ്രവർത്തികൾ ചെയ്യും, ഒരു സ്വസ്ഥത തരാതെ ഉപദ്രവിക്കും. അപ്പോൾ അവൻ പറയുന്നു, എന്നെ അടിക്കുകയും കല്ലെറിയുകയും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ബുദ്ധൻ്റെ രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ നിന്നെ അടിക്കുകയും കല്ലെടുത്തെറിയുകയും ചെയ്താൽ നീ എന്തു ചെയ്യും? അപ്പോൾ പറഞ്ഞു, അയ്യോ വളരെ നല്ല മനുഷ്യരല്ലേ, അവർക്ക് ഞാൻ നന്ദി പറയും, കാരണം വേണമെങ്കിൽ അവർക്കെന്നെ കൊല്ലാമായിരുന്നല്ലോ, പക്ഷെ അവർ കൊല്ലുന്നില്ലല്ലോ, 2 അടി അടിക്കുകയല്ലേ ചെയ്തോളൂ. അടുത്ത മാർഗം, ഒരു മനുഷ്യൻ നിങ്ങളെ അടിച്ചാൽ, നിങ്ങൾ നല്ല രീതിയിൽ ഇരുന്ന് അടിക്കത്തില്ല, ഒരു മനുഷ്യൻ നിങ്ങളെ അടിച്ചാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, കൊന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ആനന്ദമായി. ആ മാനസിക അവസ്ഥ, അടിച്ചാൽ നിങ്ങളെങ്ങനെ പറയണമെന്നല്ല, മാനസിക അവസ്ഥ വന്നിരിക്കുമ്പോൾ. അപ്പം ബുദ്ധൻ പറഞ്ഞു, എൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിന്നെ അവര് ക്രൂരമായി മർദ്ദിച്ച് നിന്നെ അവർ കൊല്ലും. അപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ ചിന്ത എന്തായിരിക്കും? അപ്പൊ അയാൾ പറഞ്ഞു, എൻ്റെ ശരീരത്തെ മാത്രമേ അവർക്ക് കൊല്ലാൻ പറ്റൂ. അപ്പൊ ഇനി മേലിലും മറ്റു തെറ്റുകളൊന്നും ചെയ്യുന്നതിൽ നിന്ന് അവരെന്നെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് എനിക്ക് 30 വയസ്സുള്ളപ്പോഴാണ് എന്നെ കൊല്ലുന്നതെങ്കിൽ ഒരുപക്ഷെ എനിക്ക് 70 വയസ്സ് വരെ ജീവിക്കണ്ടേ? ഞാൻ വീണ്ടും വീണ്ടും അറിയാതെ തെറ്റുകൾ ചെയ്തു പോകും. ആ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ആ മനുഷ്യനെ വന്ദിക്കും. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളൂ. ഇതാണ് പ്രശ്നം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ എളുപ്പമാണ്, നിങ്ങളെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കുക. എന്തിനാ പറയുന്നത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ പോലും നിങ്ങൾ സ്നേഹിക്കുന്നില്ലല്ലോ. നിങ്ങളെ പ്രണയിക്കുന്നവരെ പോലും നിങ്ങൾ നല്ലതുപോലെ തിരിച്ചു പ്രണയിക്കുന്നുണ്ടോ? പ്രണയിക്കുന്ന കമിതാക്കൾ തന്നെ എത്ര അടി കാണും? ഒരു മാസത്തിൽ നിങ്ങൾ എത്ര വട്ടം പിണങ്ങിയിരിക്കും? എത്ര വട്ടം അടികൂടും? അപ്പം നമ്മളെ പ്രണയിക്കുന്നവരെ പോലും നമുക്ക് തിരിച്ചു പ്രണയിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് ആനന്ദം എന്ന് പറയുന്നത് ലഭിക്കുന്നത്? ഇത് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കാൻ. ഇനി ബുദ്ധൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ആനന്ദം വേണമെങ്കിൽ ആരോഗ്യം സൂക്ഷിക്കണം. ആരോഗ്യം എന്നതുകൊണ്ട് ബുദ്ധൻ ഉദ്ദേശിക്കുന്നത് മെഡിസിൻ അല്ല, മെഡിറ്റേഷനാണ്. നോക്കുക, മെഡിസിനും മെഡിറ്റേഷനും ഒരേ ബേസ് വേർഡിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നവരും ഫോണറ്റിക്സ് പഠിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മെഡിസിനും മെഡിറ്റേഷനും ഒരേ ബേസിക് വേർഡിൽ നിന്ന് വന്നതാണ്. എന്തൊരു സമയം നോക്കേ, മെഡിസിൻ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നു, മെഡിറ്റേഷൻ ആത്മാവിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യവും ആത്മാവിൻ്റെ ആരോഗ്യവും ഉള്ളവന് എന്നും ആനന്ദമായിരിക്കും. നിങ്ങൾ ഭക്ഷണം കഴിച്ച് ശരീരാരോഗ്യം നിലനിർത്തണം. ബുദ്ധൻ വ്രതങ്ങൾക്കെല്ലാം എതിരാണ് എന്ന് മാത്രവുമല്ല, ബുദ്ധൻ പറയുന്നു അസുഖം വന്നാൽ മരുന്ന് കഴിച്ച് ആരോഗ്യം നിലനിർത്തണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ദിവസം കുറച്ചു നേരമെങ്കിലും ധ്യാനത്തിലിരിക്കണം.
പക്ഷെ ആ ധ്യാനത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യം ചെയ്യണം. ഒരു ദിവസം ഒരു 5 മിനിറ്റെങ്കിലും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഇരിക്കണം. ഇതൊരു 1000 തവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ചിന്തിക്കാതിരുന്നിട്ട് ശേഷം പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിടത്ത് ഇരുന്നിട്ട് ഓം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുക. അങ്ങനെ ഒരു ദിവസം അല്പനേരം ഒന്നും ചിന്തിക്കാതിരിക്കുക, പിന്നെ കുറച്ചു നേരം കണ്ണുമടച്ച് ഓം എന്ന് ധ്യാനിക്കുക. അതോടുകൂടി നിങ്ങൾക്ക് മാനസിക ആരോഗ്യം കിട്ടും. അപ്പം നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ആത്മാവിന് ആരോഗ്യം വേണം, ശരീരത്തിനും ആരോഗ്യം ഉണ്ടായിരിക്കണം. ഇനി ബുദ്ധൻ പറയുന്നു, അമിതമായ സ്വത്ത് നിങ്ങളുടെ ആനന്ദത്തെ എപ്പോഴും നശിപ്പിക്കും. ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹൈദരാബാദിലെ നിസാം എന്ന് പറയുന്നത്. സ്വത്തുക്കൾ മനുഷ്യന്റെ ആനന്ദത്തെ നശിപ്പിക്കും എന്നതിനെ കുറിച്ച് പറയാൻ പോവുകയാണ് ബുദ്ധൻ. ഈ നിസാമിന്റെ ഖജനാവ് നിറയെ രത്നങ്ങളാണ്, കോഹിനൂർ രത്നങ്ങൾ. അത് എത്രയുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. എന്നും രാവിലെ അതെടുത്ത് അദ്ദേഹം തൻ്റെ മട്ടുപ്പാവിൽ വെയിൽ കൊള്ളാൻ വേണ്ടിയിടും. പക്ഷെ അവിടെ കൊള്ളുന്നതിനും അപ്പുറമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പരമാവധി രത്നങ്ങൾ ശേഖരിക്കുക. പക്ഷേ ഈ ഹൈദരാബാദിലെ നിസാം ജീവിച്ചത് എങ്ങനെയാണ്? ഒരു ദരിദ്രനേക്കാൾ കഷ്ടമായിട്ടാണ് ജീവിച്ചത്. 50 കൊല്ലം പഴക്കമുള്ള തൊപ്പി, ഒരു തൊപ്പി 50 കൊല്ലമായിട്ട് മാറ്റിയിട്ടില്ല. അതിൻ്റെ അടുത്തു വന്നാൽ ദുർഗന്ധം വരും എന്ന് മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ പേപ്പർ വെയിറ്റ്, പേപ്പർ പറന്നു പോകാതിരിക്കാൻ വെക്കുന്ന പേപ്പർ വെയിറ്റ് അനേകം കോഹിനൂർ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. വില പിടിക്കാൻ പറ്റത്തില്ല, എപ്പോഴും അത് തൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചേക്കും. ഒടുവിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഷൂസിനകത്ത് ഈ രത്നം ഇരിക്കുന്നതാണ്. കാരണം ഒരു ദിവസം പോലും അയാൾ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഈ രത്നം, ഈ പേപ്പർ വെയിറ്റ്, അതെത്ര കോഹിനൂർ രത്നങ്ങൾ ചേർന്നതാണ്. അതുകൊണ്ട് ആരെങ്കിലും കൊണ്ടുപോയാലോ തൻ്റെ ഷൂസിനകത്ത് വെച്ച് ജീവിച്ചു. കണ്ടില്ലേ? സമ്പത്ത്, സമ്പത്ത് നിങ്ങൾക്ക് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കും. ഇനി ചെലവാക്കാൻ ആഗ്രഹം ഉള്ളവർക്കും അസ്വസ്ഥത ഉണ്ടാക്കും. ഇപ്പം ഞാനൊരു കാര്യം പറയുന്നു, നമ്മുടെ അറിവിൽ ഏറ്റവും വലിയ പണക്കാരനാണ് മുകേഷ് അംബാനി. പക്ഷെ മുകേഷ് അംബാനിക്ക് നമ്മളെ പോലെ ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ പറ്റില്ല. 4 ചുറ്റും ബോഡി ഗാർഡുകളെ പ്രത്യേകം പൈസ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം പുറത്തോട്ട് പോയാൽ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി മറ്റുള്ളവർ വേണമെങ്കിൽ വിലപേശാം. എനിക്കിപ്പോൾ ഗുരുവായൂർ പോകണം, അപ്പോഴേ ടിക്കറ്റ് ബുക്ക് ചെയ്തൊരു ബാഗും തൂക്കിയെടുത്തിട്ട് എനിക്ക് പോകാം. അംബാനിക്ക് പറ്റില്ല, കോടീശ്വരനായ അംബാനിക്ക് പറ്റില്ല. പിന്നെ ക്ഷേത്രത്തിൽ അതിനു വേണ്ടുന്ന അറേഞ്ച്മെന്റ് ചെയ്യണം. പിന്നെ ഇദ്ദേഹം വരുന്നത് കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊന്നും അംബാനിക്ക് പോകാൻ പറ്റത്തില്ല. എപ്പോഴും അംബാനി വന്നാൽ പിന്നെ അവിടെ നിൽക്കുന്ന ആളുകൾ പ്രശ്നം ഉണ്ടാക്കും. എന്ന് മാത്രവുമല്ല, ഇങ്ങനെ 4 ചുറ്റും തോക്കും ചൂണ്ടിയ ആളുകൾ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ധനമുണ്ടെങ്കിൽ ആ ധനം നിങ്ങൾ ചെലവാക്കുന്നവനാണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, ചെലവാക്കാത്തവനാണെങ്കിലും നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് ബുദ്ധൻ പറയുന്നു, നിനക്ക് ജീവിക്കാൻ ആവശ്യമായത് മാത്രം സമ്പാദിക്കുക, അമിതമായ സ്വത്തിനു വേണ്ടി ഒരിക്കലും ആഗ്രഹിക്കാതിരിക്കുക. ഭാഗ്യക്കുറി എടുത്ത് കോടികൾ അടിച്ചിട്ടുള്ള ഒരുത്തനും സുഖമായി ജീവിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, പിന്നീട് പാപ്പരായിരിക്കുകയാണ് ചെയ്തത്. ഇനി ആനന്ദം എന്നും ഉണ്ടാകാൻ ബുദ്ധൻ അടുത്ത വഴി പറഞ്ഞു തരുന്നു. നീ വിജയിക്കാനും പരാജയപ്പെടാനും രണ്ടും ആഗ്രഹിക്കാതിരിക്കുക. വളരെ നല്ലൊരു ഉപദേശമാണ്. ജയിക്കാനും ആഗ്രഹിക്കരുത്, പരാജയപ്പെടാനും ആഗ്രഹിക്കരുത്. കളി അതിൻ്റെ രീതിയിൽ ആസ്വദിച്ച് കളിക്കുക. അതുപോലെ ജീവിതം അതിൻ്റെ രീതിയിൽ ആസ്വദിച്ചു പോവുക. ചിലപ്പോൾ നീ വിജയിക്കാം, ചിലപ്പോൾ നീ പരാജയപ്പെടാം, അതൊരു വിഷയമല്ല. നീ എൻജോയ് ചെയ്യ്. ഇതേ നോക്കേ, ഒരു ഫുട്ബോൾ മാച്ച് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ച്, ജയിക്കണം എന്ന ആഗ്രഹത്തോടെ കളിക്കാൻ ഇറങ്ങിയാൽ മാനസികമായ പിരിമുറുക്കമായി, പിന്നെ വലിയ പ്രശ്നമായി. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇന്ത്യയുടെ ക്രിക്കറ്റിൻ്റെ ഫൈനൽ മത്സരങ്ങളൊക്കെ വരുമ്പോൾ നല്ല കളിക്കാരനായ സച്ചിൻ പോലും ഇറങ്ങുമ്പോൾ
മാനസികമായ പിരിമുറുക്കം കണ്ടിട്ടില്ലേ? എന്തുകൊണ്ട്? ജയിക്കാനുള്ള ആഗ്രഹം. അതിനിപ്പോൾ നോക്കേ, അദ്ദേഹം 99 സെഞ്ചുറി അടിച്ചു. 100ാമത്തെ സെഞ്ചുറിയിൽ എന്തുകൊണ്ടാ പതറിപ്പോയത്? ആ 100ാമത്തെ സെഞ്ചുറി നേടാനുള്ള അമിതമായ, അത് വിജയിക്കാനുള്ള ആഗ്രഹം. അവിടാണ് അദ്ദേഹത്തിന് എത്ര നാൾ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു. മറിച്ച് നമ്മളൊന്നും ചിന്തിക്കാതിരിക്കുക. ഇന്നാണ് ഫൈനലില്ലേ, ആസ്വദിച്ച് കളിക്കണം. ജയിക്കുന്നെങ്കിൽ ജയിക്കും, തോക്കുന്നെങ്കിൽ തോക്കും. അപ്പൊ നിങ്ങൾക്ക് എൻജോയ് ചെയ്താൽ കളി കളിക്കാം. ചിലപ്പോൾ അങ്ങനെ കളിച്ചാൽ നിങ്ങൾ ജയിക്കും, തോറ്റാലും നിങ്ങൾക്കൊന്നുമില്ല. ജീവിതവും ഇതുപോലെയാണ്. ജീവിതവും നിങ്ങൾ എന്ത് ചെയ്യണം? ആസ്വദിച്ചങ്ങ് ഓരോന്നിൽ ഏർപ്പെടുക, ആസ്വദിച്ചേർപ്പെടുക. ചിലപ്പം ജയിക്കും, ചിലപ്പം തോക്കും. മനസ്സിലായ? കാരണം നേടിയതൊന്നും യാഥാർത്ഥ്യമല്ല. നിങ്ങൾ ജയിച്ച് നേടിയെടുത്തതൊന്നും യാഥാർത്ഥ്യമല്ല. മനസ്സിലായ? കാരണം നമ്മൾ കളി എങ്ങനെ കളിച്ചു എന്നുള്ളതാണ്. നേടിയതും നഷ്ടപ്പെട്ടതും എല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങൾ കളി 1ാം സമ്മാനം കിട്ടിയ ട്രോഫിയും തോറ്റവന് 2ാം സമ്മാനം കിട്ടിയ ട്രോഫിയും ഇതെല്ലാം ഭൂമിയിൽ കളഞ്ഞിട്ടാ പോകുന്നത്. സകലതും ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ടെൻഷൻ? കളി അതിൻ്റെ സ്വാഭാവിക രീതിയിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ഒരു പ്രവൃത്തിയും എനിക്കിത് ജയിക്കണം, എനിക്കിത് നേടണം എന്നും പറഞ്ഞ് ചെയ്യരുത്. ജയിക്കുകയോ പരാജയപ്പെടുകയോ അതിൻ്റെ സ്വാഭാവികമായ കളി. ഇതാണ് മറ്റൊരർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത്, കർമ്മണ്യേവാ അധികാരസ്ഥേ മാ ബലേഷു കഥാചൻ മാ കർമ്മബല ഹേതുർഭൂവു മാതേ സങ്കോസ്ത കർമ്മണി. നിങ്ങൾ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നു, ജയിക്കണമെന്ന് വിചാരിക്കരുത്. പകരം നിന്റെ കഴിവനുസരിച്ച് നിനക്ക് എത്രത്തോളം പഠിക്കാം അത്രത്തോളം പഠിക്കുക. എന്നിട്ട് പോയിരുന്ന് പരീക്ഷ ഒരു രസകരമായി ആസ്വദിച്ചെഴുതുക, നന്നായി ആസ്വദിച്ചെഴുതുക. നിങ്ങൾ ആരെങ്കിലും പരീക്ഷ ആസ്വദിച്ചെഴുതിയിട്ടുണ്ടോ? ടെൻഷനല്ലേ? കാരണം റിസൾട്ട് എഴുതുമ്പം തന്നെ റിസൾട്ടിനെ കുറിച്ചുള്ള ചിന്ത, അതിൻ്റെ ആവശ്യമില്ല. ഇനി ആനന്ദത്തിൻ്റെ മറ്റൊരു തടസ്സം ആസക്തിയാണ്. പണത്തിനോടുള്ള ആസക്തി, സ്ത്രീയോടുള്ള ആസക്തി, പ്രശസ്തിയോടുള്ള ആസക്തി, അത് അഗ്നിയാണ്. അതിൽ നിന്ന് നിങ്ങൾ ഉപേക്ഷിച്ചാൽ ആനന്ദം കിട്ടും. ഇനി ബുദ്ധൻ പറയുന്നു വിദ്വേഷം. മറ്റൊരാളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവന് ഒരിക്കലും ആനന്ദം കിട്ടില്ല, അവൻ അസ്വസ്ഥനായിരിക്കും. എന്തുകൊണ്ട്? അതൊരു കുറ്റകൃത്യത്തിന് തുല്യമാണ്. നിങ്ങൾക്കൊരുത്തനോട് വിദ്വേഷം വന്നാൽ അവന് അധപ്പതനം കിട്ടുന്നത് വരെ നിങ്ങൾ അസ്വസ്ഥനാണ്. ഇനി അവൻ അധപ്പതിച്ചാലും നിങ്ങൾക്ക് എന്തില്ല? സന്തോഷമില്ല. എന്നിട്ട് ഒടുവിലായി ബുദ്ധൻ പറയുന്നു, ഏറ്റവും വലിയ ആനന്ദം സ്വാതന്ത്ര്യമാണ്. ആഗ്രഹത്തിൽ നിന്നുള്ള മോചനം സ്വാതന്ത്ര്യം, ആസക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ബന്ധങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അസൂയയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മുൻവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, വിവാഹങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അതല്ലേ അവിവാഹിതന്മാർ പോകുന്ന കണ്ടിട്ടില്ലേ? അവിവാഹിതകളും കണ്ടിട്ടില്ലേ? എന്തൊരു സന്തോഷമാണ്, അവർക്ക് ഫ്രീഡമാണ്. കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ചേരണമെങ്കിലും കെട്ടിയവൻ്റെ അനുവാദം വേണം. അത് വിട്ടില്ലെങ്കിൽ വിഷമമായി. കല്യാണം കഴിക്കാത്തവർ കണ്ടില്ലേ പറന്ന് നടക്കുന്നത്? അവർക്ക് എപ്പോൾ എവിടെ പോകണം? തൂക്കി ബാഗ് വിട്ടുകൊണ്ടങ്ങ് ഇറങ്ങാം. അവർക്ക് എന്തും ചെയ്യാം. സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ ആനന്ദം. അപ്പൊ ആഗ്രഹങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ, ആസക്തിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ എന്ന് പറഞ്ഞാൽ ആ ആസക്തിയൊക്കെ വേണ്ടെന്ന് വെക്കുക. കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. ജീവിതത്തിൽ പോകുന്ന വഴിക്ക് കിട്ടുന്നതൊക്കെ ആസ്വദിക്കാം. അതായത് നമ്മളൊരിടത്ത് യാത്ര പോകുന്നു, കിട്ടുന്നതൊക്കെ കഴിക്കാം, കിട്ടാത്തതൊക്കെ പൊക്കോട്ടെ. ഈ ചിന്തയോടുകൂടി പോവുക. അതുകൊണ്ടാണ് പക്ഷികൾ ഇത്രയും ആനന്ദം. കണ്ടിട്ടില്ലേ നിങ്ങൾ? പക്ഷികൾ ഒരിക്കലും നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ ജോലി എടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ആ പക്ഷി മരിച്ചു വീഴുന്നത് വരെയുള്ള അന്നം അതിനു വേണ്ടി ഭഗവാൻ എന്നും കരുതി വെക്കുന്നുണ്ട്.
പക്ഷികൾക്ക് നാളെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയുമില്ല. അതുകൊണ്ട് പ്രാവുകളും കാക്കകളും ഒക്കെ ഇങ്ങനെ എന്ത് ആഹ്ലാദത്തിലാണ് പോകുന്നത്? അവരൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ഇതാണ് ആനന്ദം. ഇത്രയും രീതിയാണ് ബുദ്ധൻ നിങ്ങളോട് ആനന്ദത്തിൽ പറയുന്നത്. അപ്പോൾ ആനന്ദത്തിന് വേണ്ടി ഏറ്റവും നല്ല മാർഗം വിജയിക്കാൻ ആഗ്രഹിക്കാതിരിക്കുക, പരാജയം ഇത് രണ്ടും വേണ്ട. വിജയവും വേണ്ട, പരാജയവും വേണ്ട, ഒന്നും വേണ്ട. ഫ്രീ ആയിട്ട് കളിക്ക്, ഫ്രീ ആയിട്ട് ജീവിതം കളിക്ക്. ഇതാണ് ആനന്ദത്തിന് വേണ്ടുന്ന മാർഗമെന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. അങ്ങനെ ആനന്ദത്തോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.